ജാമ്യം കിട്ടി, പ്രവർത്തകർക്ക് ജാമ്യം കിട്ടി എന്നൊരു വാർത്ത വരുന്നു. ഈ 7 പ്രവർത്തകർക്കും ജാമ്യം കിട്ടി. എന്തായാലും കോൺഗ്രസ് നടത്തിയ ഈ സമരം അശ്വിനിലേക്ക് പോകാം. അശ്വിനാണ് മജിസ്ട്രേറ്റിന്റെ വീണ്ടുമുള്ള അശ്വിൻ, ജാമ്യം എന്ന വാർത്ത വരുന്നു, വിവരങ്ങൾ. എന്തായാലും കോടതി മറ്റു ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. വകുപ്പുകൾ പ്രകാരമുള്ള നടപടി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർക്ക്. 7 പേർക്കും ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. ഇനി ജാമ്യം അതിന്റെ നടപടികൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാർഡുകൾ, അതായത് പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിന് മുന്നിൽ, കോടതിക്ക് മുന്നിലുള്ള നടപടി. അതുകൂടി പൂർത്തിയാക്കിയാൽ അത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്നും പ്രവർത്തകർക്ക് തിരികെ മടങ്ങാം. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇവർ പ്രതീക്ഷിച്ച ഒരു വിധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാമ്യം അനുവദിച്ചു എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കാനായി മണിക്കൂറുകളായി കാത്തിരിക്കുന്ന പ്രവർത്തകരുണ്ട്. പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്ത് 7 കോൺഗ്രസ് പ്രവർത്തകർക്കും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അസാധാരണമായ സമയത്ത് അസാധാരണമായ നടപടിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പാതിരാത്രിക്ക് ശേഷം ഹാജരാക്കിയ 7 പ്രതികൾക്കും അല്ലെങ്കിൽ 7 കോൺഗ്രസ് പ്രവർത്തകർക്കും കോടതി ജാമ്യം അനുവദിക്കുന്നു. ഇനി ജാമ്യ നടപടികൾ മാത്രമേ പൂർത്തിയാക്കേണ്ടതുള്ളൂ. അതിനുശേഷം അവർ പുറത്തിറങ്ങും. നേതാക്കൾ ഇപ്പോഴും 7 മണിക്കൂർ പിന്നിടുന്ന ഉപരോധം തുടരുകയാണ്. സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ. ജനാധിപത്യപരമായ നടത്തിയ പ്രതിഷേധത്തിനും സമരത്തിനും ഫലം കണ്ടിരിക്കുകയാണ്. നമ്മൾ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വാസം അർപ്പിച്ചു. അതുപോലെ തന്നെ കോടതിക്ക് യഥാർത്ഥത്തിലുള്ള ഇതിലെ നടപടിക്രമങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുകയും അവരുടെ നിരപരാധിത്വം തെളിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും ഇവിടുത്തെ ജനപ്രതിനിധികൾ, തൃക്കാക്കരയുടെ MLA ഉമാ തോമസ്, TG വിനോദ് MLA, അൻവർ സാദത്ത് MLA, അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് ഷിയാസ്, ശ്രീ അബ്ദുൾ മുത്തലീബ്, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ, ഇവരെല്ലാവരും നടത്തിയ പ്രതിഷേധത്തിന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും എല്ലാം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം 7 മണിക്കൂർ നീണ്ടു നിന്ന പ്രതിഷേധത്തിന് ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ്. കോടതിക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് പോലീസിന്റെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പിണറായി വിജയന്റെ പോലീസിന് നേരിട്ട ഏറ്റവും വലിയ ഒരു കനത്ത പ്രഹരമായി ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇത് അവരുടെ മുഖത്തേറ്റ ഏറ്റവും വലിയൊരു അടിയാണ്. കാരണം ജാമ്യത്തിൽ വൈകിട്ട് പോവേണ്ടിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാത്രി വൈകി 2 മണിയോടുകൂടിയാണ് പോകുന്നത്. ഇത് കേരളത്തിലെ പിണറായിയുടെ പോലീസിന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഇത് കോടതിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനിയും ഞങ്ങൾക്ക് കോടതിയിലെ വിശ്വാസമുള്ളത്. ഏതായാലും ഈ ഗവൺമെന്റിന്റെ കള്ളക്കളികൾ ഓരോ കോടതിയിലും കണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം ജാമ്യം അനുവദിച്ചിട്ട് പിന്നീട് CPMന്റെ ഇടപെടൽ മൂലം, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്പെഷ്യൽ ഡയറക്ഷൻ മൂലം വകുപ്പ് മാറ്റി ഞങ്ങളുടെ സമര പോരാളികളെ ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ച പിണറായിസം എന്ന പുതിയ വകുപ്പ് ഉപയോഗിച്ച് എല്ലാ യൂത്ത് കോൺഗ്രസ് പോരാളികളെയും KSU പോരാളികളെയും റിമാൻഡ് ചെയ്യുന്ന അതേ നടപടി തന്നെയാണ് ഇവിടെ നടത്തിയെങ്കിലും കോടതി അത് തിരിച്ചറിയുകയും കോടതി അതുകൊണ്ട് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ്. ഇത് നമുക്കറിയാം, പോലീസ് ഇപ്പൊ ഇന്ന് ഈ പരക്കപ്പാച്ചിൽ എന്തിനാണ്? അവർക്ക് ഗുഡ് സർവീസ് സെന്റർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരക്കപ്പാച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഒരു പോലീസുകാരൻ അത് കള്ളമൊഴി കൊടുത്ത് വീണ്ടും വകുപ്പ് തിരികെ കയറ്റി ഇങ്ങനെ ഒരു കേസെടുത്തത്. അതിന്ന് കേരളത്തിലെ നീതിന്യായം അല്ലെങ്കിൽ കോടതി അത് മനസ്സിലാക്കി ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഈ ധർമ്മം പുലർന്നിരിക്കുകയാണ്. സത്യം ജയിക്കുമെന്ന് ബോധ്യപ്പെട്ടു. രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല അവസാനത്തെ വാക്ക് കോടതിയാണ്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം പുലർന്നിരിക്കുകയാണ്. പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പോലീസിനോട് പ്രതിഷേധമാണ്, പകയില്ല, പ്രതിഷേധമാണ്.
ഈ തെറ്റായ തീരുമാനങ്ങൾ പോലീസ് പിൻവലിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവസരവാദ നടപടികൾക്കൊപ്പിച്ച് തുള്ളുന്ന പോലീസിന്റെ നടപടി ജനാധിപത്യ കേരളത്തിന് ഗുണകരമല്ല എന്നുള്ളത് പോലീസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. പെരുമ്പാവൂരിലെ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷന് കിട്ടിയ, കോടതിയിൽ നിന്ന് കിട്ടിയ അടി ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന്, കോടതിയിൽ നിന്ന് കിട്ടിയ അടിയും ഇവർ മനസ്സിലാക്കില്ല. ഇവർ പിണറായി വിജയന്റെയും CPM നേതാക്കന്മാരുടെയും അവരുടെ അവസരവാദ സമീപനങ്ങൾക്കൊത്ത് ഇനിയും തുള്ളും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഇത് ജനങ്ങളുടെ തിരിച്ചടിയാണ്. കോടതി നൽകിയത് ജനങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് കോടതിയുടെ ഈ വിധിയിലൂടെ ഇന്ന് വന്നിരിക്കുന്നത്. ഈ പാവപ്പെട്ട പ്രവർത്തകർ കാണിച്ച ഒരു പ്രതിഷേധം മാത്രമാണ്, ഒരു കരിങ്കൊടി ഉയർത്തിയുള്ള ഒരു പ്രതിഷേധം. അതിന് ജാമ്യം കൊടുത്ത പോലീസ് തന്നെ ജാമ്യം റദ്ദാക്കി പകരം അവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് തുറങ്കലിലടക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് ഒരു കാരണവശാലും അത് നടപ്പിലാകില്ല എന്ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ശ്രീ ഹൈബി ഈഡനും ശ്രീമതി ഉമാ തോമസും ശ്രീ TJ വിനോദും അൻവർ സാദത്തും ഉൾപ്പെടെയുള്ള MLA മാർ, KPCC ഭാരവാഹികൾ, മുത്തലിബ്, ദീപ്തി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും വന്നിരുന്നു പറഞ്ഞു. ഒരു സാമാന്യ മര്യാദക്കെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ വന്ന് ഇവരോടൊന്ന് സംസാരിക്കാമായിരുന്നു. ഇവരാരും ഓടി പൊളിച്ച് വന്നവരല്ല. ഇവരെല്ലാം ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. 2, 3, 4 വട്ടം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഒരു സാമാന്യ മര്യാദക്ക് പോലീസ് പാലിക്കേണ്ട നടപടികൾ പോലും പോലീസ് പാലിച്ചില്ല എന്നുള്ളതാണ്. ഇത് 7.5 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലുള്ള മാറ്റമാണ്. പോലീസിന് പോലും ധാർഷ്ട്യവും ധിക്കാരവും ഏകാധിപത്യ പ്രവണതയുമാണ് പോലീസിനുമുള്ളത്. അപ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എതിരായി എന്ത് കുതിര കയറാനും മടിയില്ലാത്ത പോലീസായി ഇന്ന് മാറിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുത്തവർക്ക് അവിടെ തന്നെ വച്ച് പുതിയ ഉദ്യോഗസ്ഥൻ വന്ന് ഒരു പോലീസുകാരനെ കൊണ്ട് കള്ളമൊഴി ഒടിപ്പിച്ച് അവരെ കൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുപ്പിച്ചു. പ്രതിഷേധവും സമരവും ശക്തമായപ്പോൾ പോലീസുകാർ അങ്കലാപ്പിലായി. ഏറ്റവും അവസാനം കോടതിയിൽ കൊണ്ടുപോകാം, പക്ഷെ സംസാരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. അവരൊക്കെ പിണറായി വിജയനും മന്ത്രിമാർക്കും അകമ്പടി സേവിച്ചതിന് ശേഷം നല്ല ഭക്ഷണവും കഴിച്ച് വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ദഹനക്കേടുണ്ടാകാതിരിക്കട്ടെ, പക്ഷെ ഇത് കാണുമ്പോൾ ദഹനക്കേടുണ്ടാകും. ഈ വിധി കാണുമ്പോൾ ദഹനക്കേടുണ്ടാകും. ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ എറണാകുളം ജില്ലയിൽ നാളെ ഈ ജാഥ അവസാനിപ്പിക്കുകയാണ്. ഇത് ഒടുക്കത്തെ ജാഥയാക്കും, ഞങ്ങൾ അവസാനത്തെ ജാഥയാക്കും. പിണറായി വിജയന്റെ നവകേരള സദസ്സിന് നാളെ ഞങ്ങൾ അന്ത്യകൂദാശ നൽകും. ഈ സദസ്സിന് ഇത് കോൺഗ്രസ് ആണ് പറയുന്നത്, UDF ആണ് പറയുന്നത്. UDFന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, KSUക്കാരെ, യൂത്ത് ലീഗുകാരെ, കേരള കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരെയും തച്ചുടച്ച് ആശുപത്രിയിൽ കിടക്കുകയാണ്. ജയിലറയ്ക്കുള്ളിലാണ് അവരെല്ലാം. എന്നിട്ട് ഇവരെല്ലാം സന്തോഷത്തോടു കൂടി ഈ ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം തിന്ന് ദഹനക്കേട് പിടിച്ച് അർമാദിച്ച് ഈ എറണാകുളം ജില്ലയിലെത്തി ഇതുപോലെ തെമ്മാടിത്തരവുമായി പോയാൽ അതിനുള്ള മറുപടി എറണാകുളം ജില്ലയിലെ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ നാളെ നൽകും. ഇതിനുള്ള മറുപടി നമുക്ക് നാളെ എറണാകുളത്ത് കോലഞ്ചേരിയിലും തൃപ്പൂണിത്തുറയിലും നമുക്ക് ഇന്ന് തന്നെ അർദ്ധരാത്രി 1 മണി 2 മണിയാവുന്നു. ഇന്ന് തന്നെ നമ്മൾക്ക് കാണാം. ഒരു സംശയവും വേണ്ട. ഇത് കോൺഗ്രസ് ആണ് പറയുന്നത്, എറണാകുളത്തെ കോൺഗ്രസ് ആണ് പറയുന്നത്. ഇത് ഞങ്ങളെ ഇതുപോലെ കഷ്ടപ്പെടുത്തി, ഞങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച് ഈ 100 കണക്കിന് വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഇതുപോലെ ദുരിതത്തിലാക്കിയ ഈ പോലീസ് പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ പോലീസും ഞങ്ങൾ പറയാം, ജനങ്ങൾക്ക് നീതിയാണ് വേണ്ടത്. അന്യായത്തിനോടൊപ്പം ഒരു പോലീസുകാരൻ നിൽക്കരുത്. നീതിയാണ് ലഭിക്കേണ്ടത്. നാളെ ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ ഈ സ്റ്റേഷനിൽ വന്നാൽ ഇവിടെ ജനമൈത്രി ബോർഡ് ഉണ്ടെങ്കിൽ, ജനമൈത്രി ബോർഡില്ലെങ്കിലും ആളുകൾക്ക് നീതി പുലരണം, അവർക്ക് നീതി കിട്ടണം. ഇവിടെ വന്നാൽ അവസരവാദത്തിനൊത്ത് കളിക്കാനും നേതാക്കന്മാർ പറയുന്നത് പോലെ പ്രവർത്തിക്കാനും നിൽക്കുന്ന പോലീസാണെങ്കിൽ ആളുകൾക്ക് നീതി ഉണ്ടാകില്ല. ആ നീതി ലഭ്യമാകുന്നതുവരെ ഈ ജനങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും. അത് പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അവരോടൊപ്പം ഞങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രി 2 മണി കഴിഞ്ഞിട്ടും ഈ MLA മാർ ഉൾപ്പെടെ എല്ലാവരും വൈകുന്നേരം വന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ വന്നിരുന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവരോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ച് ഇവിടെ സമരം ചെയ്യുന്നവരോടൊപ്പം, ഇവിടെ ആക്രമിക്കുന്നവരോടൊപ്പം, അല്ലെങ്കിൽ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾക്കെതിരായി ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള സമരമായിരുന്നു. ഈ സമരത്തിൽ ഇപ്പോൾ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഈ സമരം വിജയിച്ചിരിക്കുന്നു. ഇവിടെ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു, സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന ഓശാന പാടുന്ന ഈ നാണം കെട്ടവൻ
ആണും പെണ്ണും കെട്ടവന്മാർ ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചേച്ചി പറ. സത്യം ജയിച്ചു എന്നുള്ളതിന്റെ സന്തോഷമാണ്. പിന്നെ ഇത്രയും അധികം ജനങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് സത്യം എന്നും ജനാധിപത്യം ഇതാണെന്നും തെളിയിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി. ഒരു പോലീസുകാരനോ ആരെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വകുപ്പ് മാറ്റി ചെയ്തു കഴിഞ്ഞാൽ അതിന് മറുപടി, ചുട്ട മറുപടി തന്നെ ഈ ഗവൺമെന്റിനെതിരെ കിട്ടി എന്നുള്ളതിന്റെ സന്തോഷമാണ്. ഇത് പിണറായി വിജയന് മുഖത്തടിച്ചതിന്റെ ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരത്തിന് പോലീസ് എടുത്ത കള്ളക്കേസ് യഥാർത്ഥത്തിൽ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ കൊണ്ടുപോയി ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ തന്നെ പോലീസിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് കഴിഞ്ഞ 5-6 മണിക്കൂർ നേരം കോൺഗ്രസിന്റെ MLA-മാരും UDF-ന്റെ നേതാക്കന്മാരും KPC ഭാരവാഹികളും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ, ചെവി കോർക്കാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രീ പിണറായി വിജയന്റെ ഒരു ധിക്കാരപരമായ സമീപനത്തിന്റെ തനി ആവർത്തനമാണ് പാലാരിവട്ടത്ത് നടന്നത്. അതിന് കിട്ടിയ തിരിച്ചടിയാണ് ഇന്ന് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കിട്ടിയ ജാമ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. തീർച്ചയായും അതുമായി സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റ് ചെയ്ത 7 പ്രവർത്തകർക്കും, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു അസാധാരണമായ ഹാജരാക്കലായിരുന്നു. അത് 12 മണിക്ക് ശേഷമാണ് ആ പ്രവർത്തകരെ സ്റ്റേഷനിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. അതുവരെ നീണ്ട പ്രതിഷേധം. ഇപ്പോൾ ഏതാണ്ട് 7 മണിക്കൂറിലധികം. ഇതാ ആ ദൃശ്യങ്ങളിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് ജാമ്യം ലഭിച്ച 7 പ്രവർത്തകരും പുറത്തേക്ക് വരികയാണ്. അശ്വിൻ ചേരുന്നുണ്ട്. അശ്വിൻ പാലാഴി, അങ്ങനെ ആ 7 പ്രവർത്തകർക്ക് ജാമ്യം, അവർ പുറത്തേക്ക് വരുന്നു. വലിയ സ്വീകരണമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അവരിപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണ്. അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമുണ്ട്. ഞങ്ങൾ വളരെ വളരെ മാന്യമായിട്ട് നടത്തിയ ഒരു സമരത്തിന് പോലീസിനെ ഒത്തുപിടിച്ച് അവർ ആ കേസ് അട്ടിമറിച്ച് ഞങ്ങളെ അകത്താക്കാൻ നോക്കുന്ന ശ്രമമാണ് നടന്നത്. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഒത്തൊരുമിച്ച് സ്റ്റേഷനിൽ വന്നിരുന്ന് ഇന്ന് തന്നെ ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ പിന്തുണയും തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, ഞങ്ങളുടെ ഹൈബീഡൻ MP, ഞങ്ങളുടെ MLA-മാരായ ഉമാ തോമസ്, TJ വിനോദ്, ഞങ്ങളുടെ അൻവർ സാദത്ത് തുടങ്ങി മിനിമോൾ MLA സക്കീർക്ക തുടങ്ങി ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന എല്ലാവർക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആദ്യം ജാമ്യം അനുവദിച്ചാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പോകാനുള്ളൊരു അവസരം നമുക്ക് തരുമെന്നാണ് അറിയിച്ചത്. കാര്യം തിരിച്ച് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെയാണ് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് കഴിയുമ്പോൾ നമ്മൾ വിടാമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ സക്കീർ തമ്മനും നമുക്ക് ജാമ്യം നിന്ന് എല്ലാം എഴുതി കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ CPM-ന്റെ പ്രവർത്തകർ അവിടെ CI-നെ ഒന്ന് കാണുകയും അതിനുശേഷം ഈ കേസിന്റെ എല്ലാം മാറി മറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് നമ്മുടെ നേതാക്കന്മാരായ TJ വിനോദ് MLA, ഹൈബീഡൻ MP, ഉമാ തോമസ് MLA, ഞങ്ങളുടെ DCC പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്മാർ, നമ്മുടെ പ്രവർത്തകരെല്ലാം, നമ്മുടെ മിനിച്ചേച്ചി എല്ലാവരും അവിടെ എത്തിച്ചേരുകയും അവിടെ ഭയങ്കര വലിയ പ്രക്ഷോഭങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. നമുക്ക് 353 ആണ് മെയിനായിട്ട് നമുക്ക് ചാർജ് ചെയ്തിരുന്നത്. സ്റ്റേഷൻ ജാമ്യം തന്ന് 7 മണിക്ക് അങ്ങോട്ട് പോയിക്കൊള്ളാനാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ ഒരു FIR എടുത്തതെന്ന് പറഞ്ഞത്.
അതെ, അവര് ഭീഷണിപ്പെടുത്തി നമ്മൾ തെളിവുണ്ടല്ലോ ഇനി. ഞങ്ങള് ഇതിന്റെ എല്ലാം വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ ഒരു തരത്തിലും ഒരു സൈഡിൽ നിന്നാണ് ഞങ്ങൾ കരികുടി കാണിച്ചത്. ഞങ്ങള് പഴയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിനെ കല്ലെറിഞ്ഞ പോലെയൊന്നും അത്തരത്തിലുള്ളൊരു രൂക്ഷമായ ഒരു സമരത്തിലോട്ടല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ വളരെ മാന്യമായിട്ട് സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിച്ച ഒരു തീർച്ചയായിട്ടും അത് യാതൊരു സംശയമില്ല. CIക്ക് വളരെ മേളിൽ നിന്ന് വളരെ വലിയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇല്ല, തീർച്ചയായും അത് ഞങ്ങളുടെ നേതാക്കന്മാരായിട്ടാണ് അവരെല്ലാം സംസാരിച്ചിരിക്കുന്നത്. അല്ല, പുതിയ FIR ആയിട്ട് കഴിഞ്ഞപ്പോ പിന്നെ മൊത്തത്തിൽ ബലമായിട്ട് നമ്മളെ പിടിച്ച് നമ്മളെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ വന്നു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട MLA-മാരും MP-യും DC പ്രസിഡന്റും കൗൺസിലർമാരും എല്ലാവരും വന്നു. യൂത്ത് കോൺഗ്രസിന്റെ അടക്കം നിരവധി പ്രവർത്തകർ ഈ രാത്രിയും അവിടെ വന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അവര് അവിടെ നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകണേണ്. നമുക്ക് ജാമ്യം കിട്ടിയത് അവർക്ക് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. എന്തായാലും ജാമ്യം കിട്ടിയതിൽ ഉള്ള പ്രതികരണമാണ്, പ്രവർത്തകരുടെ പ്രതികരണമാണ് കേട്ടത്. അവരിനി തിരികെ അവരെ കാത്തിരിക്കുന്ന ഇവർക്ക് വേണ്ടി ഇത്രയും നേരം സമരം ചെയ്ത ആ നേതാക്കളുടെ അടുത്തേക്ക്, അവരുടെ പ്രവർത്തകരുടെ അടുത്തേക്ക്, അതായത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ്. അവിടെ ഒരു ആഹ്ലാദം എന്തായാലും ഉണ്ടാകും. ആഹ്ലാദ പ്രകടനമടക്കം നടത്തി വലിയ ഒരു ആഘോഷത്തിലേക്ക്, അതായത് ജാമ്യം അതിൻ്റെതായ രീതിയിൽ തന്നെ കൊണ്ടാടാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പോകുന്നത്. അവരെന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഇതിനടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റിന് അടുത്ത് മാത്രമാണ് അവിടേക്കുള്ള യാത്രയുള്ളത്. ഇനി അവിടേക്ക് അവർ നീങ്ങിയിട്ടുണ്ട്. അതെ, ഏതായാലും ആ 7 പ്രവർത്തകർക്കും ജാമ്യം ലഭിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത്. അതേ തുടർന്നാണ് സ്റ്റേഷനിൽ നിന്ന് അവരെ ഇറക്കാനാവാതിരുന്നത്. ആദ്യഘട്ടത്തിൽ ജാമ്യം അനുവദിച്ച ശേഷം പിന്നീട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. അതേ തുടർന്നാണ് വലിയ പ്രതിഷേധം, സമാനതകളില്ലാത്തൊരു പ്രതിഷേധമാണ്. കഴിഞ്ഞ കാലത്തെങ്ങും കോൺഗ്രസ് നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഉപരോധമാണ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനെ വളഞ്ഞ് വട്ടം പിടിച്ച് കോൺഗ്രസ്സുകാർ നിന്നു. ഉപരോധം, റോഡ് ഉപരോധം, അവിടെ തർക്കങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ സംയമനത്തോടുകൂടി അവരെ നിയന്ത്രിച്ചുകൊണ്ട് നേതാക്കളുണ്ടായിരുന്നു. മുൻനിരയിൽ തന്നെ MP-യും MLA-യും DCC പ്രസിഡന്റും ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം, എറണാകുളത്തെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളെല്ലാം, മുഖങ്ങളായവരെല്ലാവരും ആ സ്റ്റേഷനിൽ ഇപ്പോഴും നിൽക്കുന്നത് കാണാം. ഏതാണ്ട് 8 മണി മുതൽ തുടങ്ങിയ നിൽപ്പാണ്. അവർ ആ സ്റ്റേഷന് മുന്നിൽ നിൽക്കുകയാണ്. മണിക്കൂറുകൾ ഇത്രയും പിന്നിടുമ്പോൾ പോലും ഈ കേസിൽ ജാമ്യത്തിൽ പ്രവർത്തകരെ കൊണ്ടുപോകാതെ ഞങ്ങൾ പോകില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തു. ജാമ്യം ലഭിക്കുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനം. അല്ലെങ്കിൽ ഈ രാത്രി പിന്നിട്ടും അല്ലെങ്കിൽ നാളെ പകലിലേക്കും ഈ സമരം നീളുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഏതായാലും ആ 7 പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുന്നു. ഏറെ ആവേശത്തോടുകൂടി അവരെ പ്രവർത്തകർ സ്വീകരിക്കുന്നു. ഇനി ജാമ്യം ലഭിച്ച് മടങ്ങിയെത്തുന്ന പ്രവർത്തകരെ സ്വീകരിക്കുവാൻ, നേതാക്കളെ, യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് മുതിർന്ന നേതാക്കൾ. അതിനുശേഷം ഒരു ആഹ്ലാദ പ്രകടനം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്.